ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 130ാമത്തെ പേജാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പഠിക്കുന്നത് ഡിവിഷൻ മെത്തേഡാണ്. ഡിവിഷൻ മെത്തേഡ് എങ്ങനെ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ആദ്യത്തെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് 75 ബിസ്ക്കറ്റ്സ് 15 കിഡ്സിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു കിഡിന് എത്രയായിരിക്കും ബിസ്ക്കറ്റ് കിട്ടുന്നത്? 75 ഹരിക്കണം 15 എന്നാണ് ചെയ്തു നോക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര കിട്ടുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ ആദ്യം എന്താണ് ചെയ്യുന്നത്? ടോട്ടൽ 15 കുട്ടികളാണ് ഉള്ളത്. അവരെ 5 കുട്ടികൾ വീതമുള്ള 3 ഗ്രൂപ്പുകളായിട്ട് മാറ്റുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 15 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5. അതായത് 5 എണ്ണം വീതമുള്ള 3 ഗ്രൂപ്പുകളായിട്ട് മാറ്റുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത പേജിൽ നോക്കാം. 75 ബിസ്ക്കറ്റാണ് ഉള്ളത്. അതിനെ എന്ത് ചെയ്യാണ്? 3 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? 25. അതായത് 3 ഇൻറ്റു 25 75 കിട്ടുന്നത്. 75നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 25 കിട്ടുന്നത് അല്ലേ? 25 ബിസ്ക്കറ്റുകളുള്ള 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. 15 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരെ എന്ത് ചെയ്തു? 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. ഒരു ഗ്രൂപ്പിൽ എത്ര കുട്ടികളാണുള്ളത്? 5 കുട്ടികളാണുള്ളത്. ടോട്ടൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നത് 75 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ എന്ത് ചെയ്തു? 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. ഒരു ഗ്രൂപ്പിൽ എത്ര എണ്ണമാണ്? 25 എണ്ണമാണ്. അതായത് 25 ബിസ്ക്കറ്റുകളുള്ള 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. അതേപോലെ കുട്ടികളെ 5 കുട്ടികൾ വീതമുള്ള 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. 25നെ എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിക്കാം. 25നെ 5 കൊണ്ട് ഹരിക്കാൻ മനക്കണക്കായിട്ട് ചെയ്യാൻ കഴിയും. 5 ഇൻറ്റു 5 25. ഇവിടെ ആൻസർ കിട്ടുന്നത് 5. ഒരു കുട്ടിക്ക് 5 ബിസ്ക്കറ്റാണ് കിട്ടുന്നത്. സാധാരണ കേസിലായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യുക? 75നെ 15 കൊണ്ട് ഹരിച്ചു നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാം. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? നോക്കാം. 75നെ 15 കൊണ്ട് 2 എണ്ണം എടുത്തു നോക്കാം. ഓക്കെ, 2 ഇൻറ്റു 15 എത്രയാണ്? 30 5 4 പ്ലസ് 3 7. വീണ്ടും എന്ത് ചെയ്യാം? ഒരു 2 എടുക്കാം. 2 ഇൻറ്റു 15 വരുന്നത് 30. 45ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ 15 കിട്ടും. പിന്നീട് എത്രയാണ്? 15ൽ 15 1 പോകുന്നത്. അപ്പോൾ 1 ഇൻറ്റു 15 വരുന്നത് 15. റിമൈൻഡർ വരുന്നത് എത്രയാണ്? 0 ആണ്. ഇവിടെ എത്രയായിരിക്കും? കോഷ്യൻ്റ് 2 പ്ലസ് 2 പ്ലസ് 1 5 ആണ്. അതായത് ഒരാൾക്ക് കിട്ടുന്നത് 5 ബിസ്ക്കറ്റാണ്. ഇവിടെ ചെയ്തത് എന്താണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 75നെ 15 കൊണ്ട് ഹരിക്കുന്നതിന് പകരമായിട്ട് 15ൻ്റെ 2 ഫാക്ടേഴ്സുകൾ എടുത്തു. 3 5. അതേപോലെ തന്നെ 75ൻ്റെ 2 ഫാക്ടേഴ്സ് എടുത്തു. 3 25. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്താണ്? 3 ആണ്. അതെന്ത് ചെയ്തു? ഒഴിവാക്കി. ബാക്കി വരുന്നത് 25ഉം 5ഉമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? 25നെ 5 കൊണ്ട് ഹരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. മറ്റൊരു പ്രോബ്ലം കൂടെ നോക്കാം. 60 സ്വീറ്റ്സ് 12 പാക്കറ്റുകളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പാക്കറ്റിലും എത്ര സ്വീറ്റ്സ് വീതം ഉണ്ടാകും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 60നെ 12 കൊണ്ട് ഹരിക്കുന്നതിന് പകരമായിട്ട് മറ്റൊരു മെത്തേഡാണ് സ്വീകരിക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? 12നെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 12നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 3 12 കിട്ടുന്നത്. ഇവിടെ നമുക്ക് സ്വീകരിക്കാവുന്നത് എന്താണ്? 4 പാക്കറ്റുകളായിട്ട് ഒരു പാക്കറ്റിൽ 3 സ്വീറ്റ്സ് വീതം വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? 4 സ്വീറ്റ്സ് വീതം 3 പാക്കറ്റുകളാക്കി വയ്ക്കാം. ഇവിടെ 4 3 കോമൺ ആയിട്ട് വരേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സംഖ്യ എത്രയാണ്? 60. അതാണ് 60 സ്വീറ്റ്സ് ആണ് ഉള്ളത്. 60 സ്വീറ്റ്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 ഇൻറ്റു ചെയ്യുന്നതിന് പകരമായിട്ട് 3 ഇൻറ്റു ആണ് കുറച്ചുകൂടെ എളുപ്പം അല്ലേ? 3 ഇൻറ്റു 20 60. 3 ഇൻറ്റു 2 6 60. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ? 3 ഗ്രൂപ്പുകളായിട്ടാണ് മാറ്റുന്നത്. ബാക്കി വരുന്നത് 20ഉം 4ഉമാണ്. 20നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. 20നെ 4 കൊണ്ട് ഹരിച്ചാൽ 5. 5 ഇൻറ്റു 4 20. ഒരു പാക്കറ്റിൽ 5 സ്വീറ്റ്സ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ഹിയർ വി ഹാവ് ടു സ്പ്ലിറ്റ് 60 ഇൻറ്റു 12 ഈക്വൽ പാർട്സ്. 60നെ 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് മാറ്റേണ്ടത്. അതായത് 60 ഡിവൈഡഡ് ബൈ 12. അതായിരുന്നു നമ്മൾ ചെയ്തു നോക്കേണ്ടിയിരുന്നത്. 60 ഹരിക്കണം 12 ആയിരുന്നു ചെയ്തു നോക്കേണ്ടിയിരുന്നത്. 12നെ 3 ഇൻറ്റു 4 എന്ന് എഴുതുകയാണ്. അതേപോലെ തന്നെ 60 സ്വീറ്റ്സിനെ 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ 60 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 20 എന്നും കിട്ടും. ഇത് നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ഇവിടെ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സീക്രട്ട് തന്നിട്ടുണ്ട്. 60നെ
3 കൊണ്ടാണ് ഹരിക്കുന്നത്. 60നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 60 കിട്ടുക? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 60 എന്നുള്ള സംഖ്യയ്ക്ക് പകരം ഇവിടെ എന്തെടുക്കാം? 6 എന്നുള്ള സംഖ്യ എടുക്കാം. 6നെ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കുക. 6നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? 6 ഈക്വൽ ടു 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 ആണ് 6 വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എത്രയാണ് വരേണ്ടത്? 60 വരേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ 60 വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? 2ന്റെ കൂടെ ഒരു 0 ചേർക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 2 6ഉം ഒരു 0 ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? 60 ആയിട്ട് മാറും. 0 സംഖ്യകളെ ഡിവൈഡ് ചെയ്യാനും ഗുണിക്കാനും വളരെ എളുപ്പമാണ്. 60 ഈക്വൽ ടു 3 ഇൻറ്റു 20 എന്നുള്ളത് ചിത്രം വരച്ചിട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 20 സീറ്റ്സ് വീതമാണുള്ളത്. അങ്ങനെയുള്ള എത്ര ഗ്രൂപ്പുകളാണ് ഇവിടെയുള്ളത്? 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതായത് 60 ഹരിക്കണം 3 ഈക്വൽ ടു എന്താണ്? 20 ആണ്. ആദ്യം ചെയ്തത് 60 സ്വീറ്റ്സിനെ 3 ഗ്രൂപ്പ് വീതമുള്ള 20 പാക്കറ്റുകളാക്കി മാറ്റി. ആ ചിത്രമാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. ടോട്ടൽ ഉള്ളത് 60 സ്വീറ്റ്സുകളാണുള്ളത്. 3 ഗ്രൂപ്പുകളാക്കി മാറ്റി. ഒരു ഗ്രൂപ്പിൽ എത്രയാണുള്ളത്? 20 ആണുള്ളത്. അതാണ് 3 ഇൻറ്റു 20 ഈക്വൽ ടു 60. ഇവിടെ എന്ത് ചെയ്യണം? ഇതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റണം. അതുകൂടെ നമ്മൾ നോക്കണ്ടേ? 12 പാക്കറ്റുകളാക്കിയിട്ടാണ് മാറ്റേണ്ടത്. 12 പാക്കറ്റ് ആക്കുമ്പോൾ ഒരു പാക്കറ്റിൽ എത്രയാണ് ഉണ്ടാവുക? അതല്ലേ നമ്മൾ കാണേണ്ടത്. 12 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ 3 ഗ്രൂപ്പുകൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. കോമൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ഗ്രൂപ്പിനെയും 4 പാക്കറ്റുകളാക്കി മാറ്റണം. ഓരോന്നിനെയും 4 ഈക്വൽ പാർട്സുകളാക്കി മാറ്റണം. അങ്ങനെ 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുമ്പോൾ ഒന്നിൽ എത്രയുണ്ടാവും? അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 20നെ 4 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടുന്നത്. ഒരു പാക്കറ്റിൽ വരുന്നത് എത്രയാണ്? 20 എണ്ണമാണ് വരുന്നത് അല്ലെ? ഇവിടെ മൊത്തം വരുന്നത് 20 എണ്ണമാണ്. ഇവിടെയും 20 എണ്ണമാണ് വരുന്നത്. ഇതിനെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര വേണമെന്ന് കിട്ടി? 5 എണ്ണം കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ 20 എണ്ണമാണ് ഇവിടെയുള്ളത്. ഇതിനെ 1 2 3 4 5 എണ്ണം വീതമുള്ള ഒരു പാക്കറ്റാക്കി മാറ്റി. വീണ്ടും അടുത്ത 5 ഉള്ള ഒരു പാക്കറ്റ് കൂടെ ഉണ്ടാക്കി. വീണ്ടും ഒരു 5 ഉള്ള ഒരു പാക്കറ്റ് കൂടെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ 20 ചോക്ലേറ്റ് വരുമ്പോൾ ഇവിടെ 1 2 3 4 4 പാക്കറ്റുകൾ കിട്ടി. അങ്ങനെ 4 പാക്കറ്റുകൾ വീതമുള്ള 3 ഗ്രൂപ്പുകൾ. മനസ്സിലായില്ലേ? 5 എണ്ണം വീതമുള്ള 20 പാക്കറ്റുകൾ. അപ്പോൾ നമുക്കറിയാം ഒരു പാക്കറ്റിൽ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? 5 സീഡ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. 3 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചത്. ടോട്ടൽ എത്ര ചോക്ലേറ്റ് ആണുള്ളത്? 60 ചോക്ലേറ്റ് ആണ് ഉള്ളത്. എത്ര പാക്കറ്റുകൾ ഇവിടെയുണ്ട്? ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നത് 4 പാക്കറ്റാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 4 പാക്കറ്റാണ്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ 4 പാക്കറ്റാണ്. അപ്പോൾ ടോട്ടൽ എത്ര പാക്കറ്റ് വന്നു? 12 പാക്കറ്റ് വന്നു. ആകെയുള്ള ചോക്ലേറ്റ് എത്രയാണ്? 60 ആണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ വരുന്നത് 5 ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ ചെയ്ത മെത്തേഡിലല്ലാതെ മറ്റൊരു മെത്തേഡിലും ഹരണം നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൂടെ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. 288 ഹരിക്കണം 16. 16നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് ആക്കി മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്നത് 288 ആണ്. 288നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് 288 ഹരിക്കണം 2 ചെയ്ത് നോക്കൂ. 288നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 288ൻ്റെ പകുതിയാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. 288ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2ൻ്റെ പകുതി 1, 8ൻ്റെ പകുതി 4, 8ൻ്റെ പകുതി 4, 144. അപ്പോഴെന്തായി? ആദ്യത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 144നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് രണ്ടാമത്തെ 2. അപ്പോൾ 144ൻ്റെ പകുതി എത്രയാണെന്ന് നോക്കണം. 70 ആകുമ്പോൾ 70 പ്ലസ് 70 എത്രയാണ് വരുന്നത്? 140 ആണ് വരുന്നത്. വീണ്ടും ഒരു 4 ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 72 പ്ലസ് 72 ആയിരിക്കും. അപ്പോൾ നമുക്ക് 72 എന്ന് എഴുതാം. വീണ്ടും എന്താണ്? ഒരു 2 കൂടെ എടുക്കാം. അപ്പോൾ 72 ഹരിക്കണം 2 കാണുക. 72ൻ്റെ പകുതിയാണ് കാണേണ്ടത്.
അപ്പോൾ 70ൻ്റെ പകുതി ആദ്യം എത്രയാണെന്ന് നോക്കുക. 70ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 30 + 30 60 അല്ലേ? 35 + 35 എത്രയായിരിക്കും? 70 ആയിരിക്കും അല്ലേ? അപ്പോൾ 72 വരണമെങ്കിൽ 36 + 36 അപ്പോൾ ആൻസർ ഇവിടെ 36. വീണ്ടും ഒരു 2 കൂടെ ബാക്കിയുണ്ട്. അതുകൂടെ ചെയ്ത് നോക്കാം. 36 ഹരിക്കണം 2. 36ൻ്റെ പകുതി 18 ആൻസർ കിട്ടുന്നത് 18 ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പിന്നീടുള്ള വിവരണം കോമൺ ഫാക്ടേഴ്സ് അതും മറ്റൊരു ക്ലാസ്സിലായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പാഠഭാഗം വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നീട് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.